പോകുന്നത് ADGP MR അജിത് കുമാറിനെതിരായ ആരോപണം DGP നേരിട്ട് അന്വേഷിക്കുമെന്നതാണ്. ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ് ആരോപണങ്ങൾ അന്വേഷിക്കുന്നത്. G സ്പർജൻ കുമാർ, തോംസൺ ജോസ്, S മധുസൂദനൻ, A ഷാനവാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലെ മറ്റംഗങ്ങൾ. 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, സോളാർ കേസ് ഉൾപ്പെടെ അട്ടിമറിച്ചയാളാണ് ADGP MR അജിത് കുമാർ എന്ന് PV അൻവർ ഭരണപക്ഷ MLA തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അജിത് കുമാർ ഇപ്പോഴും ADGP സ്ഥാനത്ത് ക്രമസമാധാന ചുമതലയിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് ആണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. DGP ഒഴികെയുള്ളവരെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ മതിയോ ഈ കേസ് അന്വേഷിക്കാൻ, അല്ലെങ്കിൽ ഈ പരാതികൾ, ഈ ആരോപണങ്ങൾ, ഈ ഗുരുതരമായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ എന്ന ചോദ്യമാണ്. കുമാറിനെതിരായ അന്വേഷണം നടത്താനായി സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ വാർത്താക്കുറിപ്പ് പുറത്തു വരുമ്പോൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാർത്താക്കുറിപ്പ് പുറത്തു വരുമ്പോൾ നിരവധി സംശയങ്ങളാണ് ഉയരുന്നത്. ഈ വാർത്താക്കുറിപ്പിൽ അവ്യക്തമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി MR അജിത് കുമാർ ഇപ്പോഴത്തെ പദവി തുടരുമോ എന്നതാണ്. അതിനെപ്പറ്റി ഈ വാർത്താക്കുറിപ്പ് പൂർണ്ണമായും മൗനം പാലിക്കുകയാണ്. അതായത് ADGP MR നിലവിലുള്ള ഈ വാർത്താക്കുറിപ്പ് അനുസരിച്ച് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന കാര്യം ADGP MR അജിത് കുമാർ അതേ തസ്തികയിൽ തുടരും. എന്നാൽ അദ്ദേഹത്തിനും ചില പോലീസുകാർക്കുമെതിരെ ഉന്നയിക്കപ്പെട്ട പരാതികളിലും ആരോപണങ്ങളിലും ഒരു സംഘം അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് എന്ന് മാത്രമാണ്. അപ്പോൾ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ അന്വേഷണം നടത്തിയാൽ അത് ഫലപ്രദമാകും, അത് ആ അന്വേഷണം എത്രമാത്രം കുറ്റമറ്റതാകും? ശ്രീജിത്ത്, ഇപ്പോൾ റോഷിപാൽ ഒരു പുതിയ അപ്ഡേറ്റ് തരുന്നുണ്ട്. MR അജിത് കുമാറിനെ മാറ്റാതെയാണ് അന്വേഷണം. ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റുന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. റോഷിപാൽ ഉണ്ട് വിവരങ്ങളുമായി. റോഷിപാൽ, നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഇതാണ്: അജിത് കുമാർ ADGP ആയി ക്രമസമാധാന ചുമതലയിൽ തുടരുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സുതാര്യമായ ഒരു അന്വേഷണം സാധ്യമാകുക എന്നതാണ്. ഏതായാലും അദ്ദേഹത്തെ മാറ്റാതെയുള്ള അന്വേഷണമാണ് എന്ന് സ്ഥിരീകരിക്കാമല്ലേ? വിനീത, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. നേരത്തെ നമുക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്ന് അടക്കം ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ MR അജിത് കുമാറിനെ ഈ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് സർക്കാർ പോകുന്നു എന്ന വിവരം പുറത്തു വന്നത്. പക്ഷേ സർക്കാർ ഇപ്പോൾ നിലപാട് മാറ്റുന്നു. MR അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാറ്റാത്തത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ പോലീസിനകത്ത് തന്നെ ഉണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കകത്തുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിൽ ഇതൊരു അന്തിമ തീരുമാനമായി കാണാനും കഴിയില്ല. പക്ഷേ ഒരു വിഭാഗം അടക്കം അതിൽ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് MR അജിത് കുമാറിനെ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ മാത്രം മതി നടപടി എന്ന അഭിപ്രായം ഉന്നയിക്കുന്നു. അപ്പോൾ ഏതായാലും ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള അവ്യക്തതയുണ്ട്. എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അത് MR അജിത് കുമാറിനെ നിലനിർത്തി, ലോ ആൻഡ് ഓർഡർ ചുമതല നിലനിർത്തിയാണ് അന്വേഷണം. മാത്രവുമല്ല, അതിൽ ഏറ്റവും വലിയ വിരോധാഭാസം ഈ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ MR അജിത് കുമാറിന് കീഴിലുള്ള SP അല്ലെങ്കിൽ കമ്മീഷണർമാർ ഉൾപ്പെടെയുള്ളവരാണ് മേലുദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തുന്നത് എന്നതാണ്. അത് എത്രത്തോളം അത് പ്രായോഗികമാകും എന്നത് ആ കാര്യത്തിൽ അടക്കം അഭിപ്രായ വ്യത്യാസമുണ്ട് പോലീസിൽ. അതുകൊണ്ട് ഒരു പക്ഷേ ഈ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നാളെ ഉണ്ടായേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അല്ലാതെ ADGP ലോ ആൻഡ് ഓർഡറിനെതിരെ അതേ വിഭാഗത്തിലെ തന്നെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെ അന്വേഷണം നടത്താൻ പറ്റും എന്ന ചോദ്യമാണ്. ഏതായാലും ഈ കാര്യത്തിൽ പരാതിയും ആരോപണങ്ങളും ഉന്നയിക്കുന്ന PV അൻവറിന്റെ അടക്കം പ്രതികരണം അനിവാര്യമാണ്. ഇക്കാര്യത്തിൽ ഏതായാലും വളരെ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ആണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും വലിയ ആശയക്കുഴപ്പം ഈ കാര്യത്തിൽ സർക്കാരിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ADGPക്കെതിരെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ആരോപണങ്ങൾ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം, അതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന എന്ന കാര്യത്തിലും ഒരു വ്യക്തത സർക്കാരിന് ഉണ്ടായിരുന്നില്ല. സർവത്ര ആശയക്കുഴപ്പമാണ് സർക്കാരിന്. ശ്രീജിത്ത്, ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അന്വേഷണം അജിത് കുമാറിനും മറ്റ് ചില പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ മാത്രമെന്നതാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അന്വേഷണം ഇല്ല എന്ന് വേണ്ട നമ്മൾ ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ? വാർത്താക്കുറിപ്പിൽ ഇത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല, മൗനമാണ്. അപ്പോൾ ശശി സുരക്ഷിതൻ ഈ ഘട്ടത്തിൽ എന്ന് വേണം കരുതാൻ, അല്ലേ? അതുതന്നെയാണ് ADGP MR അജിത് കുമാറിനും മറ്റു ചില ഉദ്യോഗസ്ഥർക്കുമെതിരെ അന്വേഷണം
എന്നാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ശ്രീജിത്ത്, ഞാൻ ചോദിച്ച ചോദ്യം കേട്ടിരുന്നെങ്കിൽ പി ശശി സുരക്ഷിതൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് അന്വേഷണമില്ല എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അന്വേഷണം നടത്തുന്ന കാര്യമോ എന്നും ഈ വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചിട്ടില്ല, പരാമർശിച്ചിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ആയ ആരോപണങ്ങൾ സർക്കാർ അവഗണിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്നാൽ പി ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഇത്തരത്തിൽ ഭരണതലത്തിലുള്ള ഒരു എൻക്വയറിക്ക് അപ്പുറത്തേക്ക് പാർട്ടി ആയിരിക്കും ഇതുമായി അദ്ദേഹത്തിനെതിരെ വന്ന ആക്ഷേപങ്ങളെ പറ്റി പരിശോധിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഉയർന്നു വന്ന ആരോപണങ്ങളെയെല്ലാം അതിന്റെ മെറിറ്റിൽ പരിശോധിക്കുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ അടക്കമുള്ള ആളുകളും സമാനമായ പ്രതികരണം നടത്തി കഴിഞ്ഞു. അപ്പോൾ പി ശശിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന ഉണ്ടെങ്കിൽ അത് CPIM സംഘടനാ തലത്തിലുള്ള പരിശോധന മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇത്തരത്തിൽ പോലീസ് എൻക്വയറിയിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഭരണതലത്തിലെ അന്വേഷണത്തിലോ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും പി ശശിക്കെതിരെ അന്വേഷണമില്ല എന്ന് ഉറപ്പിക്കാവുന്ന സ്ഥിതിയാണ്. എന്നാൽ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി MR അജിത് കുമാർ തുടരുന്ന കാര്യത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ സർക്കാർ നാളെ ഒരു തീരുമാനമെടുത്തേക്കാം സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഈ ക്രമസമാധാന ചുമതലയിലേക്ക് പുതിയ ആളെ കണ്ടെത്തി നാളെ സർക്കാരിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഉത്തരവ് ഇറങ്ങേണ്ടത്. അത്തരം നടപടിക്രമങ്ങൾ ഒരുപക്ഷെ നാളെ ഉണ്ടായേക്കാം എന്ന് പറയുന്നവരുമുണ്ട്. എങ്കിൽ പോലും നിലവിൽ ഈ നിമിഷം വരെയുള്ള തീരുമാനമനുസരിച്ച് MR അജിത് കുമാറിനെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് മാറ്റാൻ തീരുമാനമില്ല. നിലവിൽ അദ്ദേഹം ഈ പദവിയിൽ ഇരുന്നുകൊണ്ടാണ് അന്വേഷണം നേരിടുന്നത് എന്ന് വേണം പറയാൻ. അതുതന്നെയാണ് ഇപ്പോൾ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെയുള്ള അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അജിത് കുമാറിനെ മാറ്റുന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അന്വേഷണമില്ല എന്നതും മനസ്സിലാക്കണം. ശശിക്കെതിരായ ആരോപണത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന വാർത്താക്കുറിപ്പിൽ സർക്കാർ മൗനം പാലിക്കുകയാണ്. G. സ്പർജൻ കുമാർ, തോംസൺ ജോസ്, S. മധുസൂദനൻ, A. ഷാനവാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ DGPയെ കൂടാതെയുള്ള മറ്റംഗങ്ങൾ. അതായത് ADGP MR അജിത് കുമാറിന് കീഴിൽ ജോലി ചെയ്യുന്നവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് കൃത്യമായി പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ പറഞ്ഞത് പുഴുക്കുത്തുകൾക്ക് പോലീസിൽ സ്ഥാനമില്ല എന്നതാണ്. അപ്പോൾ പുഴുക്കുത്തുകളെ പുറത്താക്കാതെയുള്ള ഒരു അന്വേഷണമാണോ നടത്താൻ പോകുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു നിലപാട് എന്തായാലും പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.